വളരെ പോപ്പുലർ ആയിട്ട് ഇന്ന് ഉപയോഗത്തിലുള്ള ഒരു ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ സ്കീമാണ് കെപ്പൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഉപയോഗിച്ച ലെറ്റേഴ്സ് ഒക്കെ ഏത് സ്ഥലത്തെ ഡിനോട്ട് ചെയ്യുന്നു, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിന്റെ ഡിഗ്രി ലെവൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ വേൾഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു പാഠമുണ്ട് +1 ടെക്സ്റ്റിനകത്ത്. വേൾഡ് ക്ലൈമറ്റ് ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളെ പല ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്ന ഒരു പഠനമാണിത്. വേൾഡ് ക്ലൈമറ്റിനെ പലരും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല സയന്റിസ്റ്റുകൾ, പല ക്ലൈമറ്റോളജിസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വ്ളാഡിമിർ കെപ്പൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ആകെത്തുകയാണ് ഈ ചിത്രം. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു ആകെത്തുകയാണ് ഈ ഒരു നിങ്ങൾ കാണുന്ന ഇമേജ് കേട്ടോ. ഇവിടെ അദ്ദേഹം വിവിധ കാലാവസ്ഥാ മേഖലകളെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എ എന്ന് പറയുന്ന ലെറ്റർ കണ്ടോ, AF, AM, AW. താഴെ ഒരു ഇൻഡെക്സ് കണ്ടോ, ഒരു ഇൻഡെക്സ് ബോക്സ് കണ്ടോ, അതിനകത്ത് കൃത്യമായിട്ട് ബി എന്ന് പറയുന്ന ഈ ഒരു റെഡ് കളർ പ്രദേശം നോക്കുക. BWH എന്ന് പറയുന്ന സ്ഥലമാണ് റെഡ് കളറിലുള്ളത്. BWH നമ്മുടെ സഹാറ മരുഭൂമിയൊക്കെ, ഈ അറേബ്യൻ മരുഭൂമിയൊക്കെ, അതായത് ഒരേ കാലാവസ്ഥ സ്വഭാവങ്ങളുള്ളത് അല്ലെങ്കിൽ ഒരേ കാലാവസ്ഥ സവിശേഷതകളുള്ള സ്ഥലങ്ങളെല്ലാം അദ്ദേഹം ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇതുകൊണ്ട് ഇതേ സ്വഭാവം തന്നെയുള്ള മറ്റൊരു മേഖലയാണ് തന്നെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളത് അല്ലേ. ഇതേ സ്വഭാവം തന്നെ ഇവിടെ അറ്റക്കാം, അതിൻ്റെ ഇതുണ്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു വരണ്ട പ്രദേശങ്ങളെയാണ് ഈ ബി എന്ന ലെറ്റർ കൊണ്ട് അദ്ദേഹം ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നുണ്ട്. അത് എവിടെ നോക്കിയത്? ആമസോൺ നമ്മുടെ മഴക്കാട്, പിന്നെ ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് കോങ്കോ അല്ലേ മഴക്കാട്, പിന്നെ ഈ ഇന്തോനേഷ്യയിലുള്ള പ്രധാനപ്പെട്ട ഈസ്റ്റ് ഇന്ത്യൻ മഴക്കാടുകൾ, റെയിൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ അല്ലേ. ഇനി വേറെ കളേഴ്സ്, ഈ റോസ് കളർ കൊണ്ട് DSA എന്ന് പറയുന്ന സ്ഥലമാണ് റോസ് കളർ കണ്ട്, ഈ നമ്മുടെ ആർട്ടിക് മേഖല, നല്ല തണുത്ത പ്രദേശങ്ങൾ, DSA എന്ന ലെറ്റർ കൊണ്ട് അദ്ദേഹം ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള ABCD, പിന്നെ പുസ്തകത്തിൽ ഒരു എച്ചും കൂടെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും അതുപോലെ തന്നെ കുറച്ച് FMWS, പിന്നെ ABCD, പിന്നെ KH തുടങ്ങിയ കുറച്ച് സ്മോൾ ലെറ്റേഴ്സും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലപോലെ മഴ ലഭിക്കുന്ന കാലാവസ്ഥ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അദ്ദേഹം A എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് AFും AM AW ഒക്കെ വന്നേക്കുന്നത്. വരണ്ട കാലാവസ്ഥകളെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം B എന്ന ലെറ്ററാണ് ഉപയോഗിച്ചത്. അതിൽ തന്നെ വ്യത്യസ്തതകളുണ്ട്. നല്ലപോലെ വരേണ്ടത്, പകുതി വരേണ്ടത്, അർദ്ധ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തതകളുണ്ട്. അതിനാണ് BWH, BWK, BSH എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഇൻഡെക്സ് നിങ്ങൾക്ക് നോക്കാം, ഈ ഇൻഡെക്സ് നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത് ഈ വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന കെപ്പൻസ് ക്ലാസിഫിക്കേഷനിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ പറ്റി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എയും ബിയും സിയും ഡിയും ഇ എല്ലാം കൂടെ നമ്മൾ പഠിക്കുന്നില്ല. ഇന്ന് എ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് ഈ പറഞ്ഞ എ എന്ന കാലാവസ്ഥയിലാണ്. കെപ്പൻസ് ക്ലാസിഫിക്കേഷൻ പ്രകാരം എ എന്ന കാലാവസ്ഥയിലാണ് ഇന്ത്യ വരുന്നത്. അതിനകത്ത് ഏതാണ് AF ആണോ, AM ആണോ, AW ആണോ നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അക്കോർഡിംഗ് ടു ആരാണ്? വി കെപ്പൻ കേട്ടോ. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. നോക്കിയേ, the most widely used classification of climate is the empirical climatic classification scheme developed by Vladimir Keppen. അപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കെപ്പൻ ഡെവലപ്പ് ചെയ്ത എംപിരിക്കൽ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ഈ എംപിരിക്കൽ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ? ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ, വർഷണം, മഴ, സ്നോഫോള്, പ്രസിപ്പിറ്റേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് എംപിരിക്കൽ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ താപനില, പ്രസിപ്പിറ്റേഷൻ, മഴ, അതുപോലെ സ്നോഫോൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, പ്രസിപ്പിറ്റേഷൻ വെച്ചാൽ വർഷണം അല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനാണ് എംപിരിക്കൽ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ. ഇതല്ലാതെ ജനറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ, അപ്ലൈഡ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ പല ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനും മറ്റു പല ക്ലൈമറ്റോളജിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ചോദ്യം വരാം നമുക്ക്. എംപിരിക്കൽ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കെപ്പൻ ഡെവലപ്പ് ചെയ്ത ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ്റെ കോർ എന്ന് പറയുന്നത്. ചോദ്യം വരാം. ഇനി കെപ്പൻ ഐഡന്റിഫൈഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെജിറ്റേഷൻ ആൻഡ് ക്ലൈമറ്റ്. വെജിറ്റേഷനും ക്ലൈമറ്റും തമ്മിൽ വളരെ അന്തർധാരയുണ്ട് അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ട് എന്ന് കെപ്പൻ കണ്ടെത്തി. ദാറ്റ് മീൻസ് ഉദാഹരണത്തിന് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സസ്യജാലം, സ്വാഭാവിക സസ്യജാലം. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ സ്വാഭാവിക സസ്യജാലം. ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് നല്ലപോലെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, ഒരു മഴക്കാടുണ്ടെന്ന് വിചാരിച്ചു. ആ, അത് എന്തുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടായത്? അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട്, എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ. എന്നതുകൊണ്ടാണ് അവിടെ മഴക്കാട് ഉണ്ടായത്. ഒരു പ്രദേശത്ത് മരുഭൂമി ഉണ്ടായെന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് അവിടെ മരുഭൂമി ഉണ്ടായത്? അവിടെ മഴ കുറവാണ്, പ്രസിപ്പിറ്റേഷൻ കുറവാണ്. സോ വെജിറ്റേഷനും ക്ലൈമറ്റും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. വെച്ചാൽ ഒരു പുൽമേട് അദ്ദേഹം കാണുന്നു, ഒരു പുൽമേട് നിറഞ്ഞ മേഖല, ഒരു ഒരു ഭൂഖണ്ഡത്തിന്റെ ഒരു സൈഡ് മുഴുവൻ പുൽമേടാണ്. ആഫ്രിക്ക നമ്മൾ പറയാറില്ലേ, സാവന്ന എന്ന് പറയുന്ന പുൽമേട് കൂടുതലുള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ അവിടെ പുൽമേട് കൂടുതലാണ്. സോ അവിടുത്തെ ക്ലൈമറ്റിന് ഒരു ഒരു എന്താണ്, മഴ കുറവുള്ള, എന്നാൽ ഡെസേർട്ടിൽ ഉള്ളതുപോലെ അത്രയും കുറവ് മഴയല്ല, കുറച്ച് മഴയുണ്ട്. അതുകൊണ്ടാണ് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നത്, പുല്ല് പോലെയുള്ള സസ്യങ്ങൾ വളരുന്നത്, അല്ലെ? കുറച്ച് മഴയുണ്ട്. എന്നാൽ എന്താണ്, ഇതേപോലെ ഒരു ഡെസിഡ്യൂസ് ഫോറസ്റ്റോ, ഇലപൊഴിയും വനങ്ങളോ അല്ലെങ്കിൽ മഴക്കാടുകളോ ഒക്കെ അതുപോലെയുള്ള മരങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള വനങ്ങൾ വളരാനുള്ള മഴ അവിടെ ഇല്ലേം താനും. എവിടെ? പുൽമേടുകളിൽ. എന്നാൽ മരുഭൂമി പ്രദേശത്ത് കിട്ടുന്ന പോലെ അത്രയും കുറവ് മഴയുമല്ല, മഴക്കാടുകളുടെ പ്രദേശത്തുള്ളതുപോലെ അത്രയും കൂടിയ മഴയുമല്ല. വളരെ അതിനിടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന മഴ. അവിടെയാണ് പുൽമേടുകൾ, സ്റ്റെപ്പി എന്നൊക്കെ പറഞ്ഞ്, സാവന്ന എന്നൊക്കെ പറഞ്ഞ് പുൽമേടുകൾ വളരുന്നത്. അപ്പം വെജിറ്റേഷനും ക്ലൈമറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഇവർ തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആര് കണ്ടെത്തി? കെപ്പൻ കണ്ടെത്തി. He introduced the use of capital and small letters to designate the climatic groups of and types. ക്ലൈമറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട്, ക്ലൈമറ്റിക് ഗ്രൂപ്പുകളെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉപയോഗിച്ചു. എ ബി സി ഡി ഇ എച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എ ബി സി ഡി തൊട്ടപ്പുറയുണ്ട് എ ബി സി ഡി ഇ എച്ച്, കണ്ടോ? അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സും എഫ് എം ഡബ്ല്യു എസ് തുടങ്ങിയ സ്മോൾ ലെറ്റേഴ്സും, പിന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ വീണ്ടും സ്മോൾ ലെറ്റേഴ്സ് അദ്ദേഹം ഉപയോഗിച്ചു. കാരണം ഇപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, എ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, ഉഷ്ണമേഖലയാണ്. ഉഷ്ണമേഖല തന്നെ നല്ലപോലെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, മൺസൂൺ കാരണം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, മഴ തീരെ കുറയുന്ന സ്ഥലങ്ങളുമുണ്ട് ഉഷ്ണമേഖല തന്നെ. ഉഷ്ണമേഖല തന്നെ മഴ നല്ലപോലെ ലഭിക്കുന്ന സ്ഥലങ്ങൾ, എന്നാൽ മഴ കുറഞ്ഞ സ്ഥലങ്ങൾ, മൺസൂൺ സമയത്ത് മഴ കിട്ടുന്ന സ്ഥലങ്ങൾ, അങ്ങനെ പല ടൈപ്പ് ട്രോപ്പിക്കലിനകത്ത് തന്നെ വരുന്നുണ്ട്, ഉഷ്ണമേഖലയ്ക്കകത്ത് തന്നെ വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം സ്മോൾ ലെറ്റേഴ്സും കൂടെ അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ട്രോപ്പിക്സിനെ മൊത്തം ഡെസിഗ്നേറ്റ് ചെയ്ത കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വരുന്നത് മൺസൂണിന്റെ പ്രഭാവത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു ലെറ്റർ ഉപയോഗിക്കണം. ഏതാ നമ്മൾ പഠിക്കും. ഓൾസോ ഡെവലപ്ഡ് ഇൻ 1918 ആൻഡ് മോഡിഫൈഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. 1918 ഡെവലപ്പ് ചെയ്തതിന് ശേഷം പല മോഡിഫിക്കേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റിൽ കെപ്പൻ സ്കീം എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. വളരെ പോപ്പുലറായിട്ട് ഇന്ന് ഉപയോഗത്തിലുള്ള ഒരു ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ സ്കീമാണ് കെപ്പൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം ഉപയോഗിച്ച ലെറ്റേഴ്സൊക്കെ ഏത് സ്ഥലത്തെ ഡിനോട്ട് ചെയ്യുന്ന, അതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ട്രോപ്പിക്കൽ എ എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നല്ല ചൂട് കൂടുതലാണ്. ഏറ്റവും തണുത്ത മാസത്ത് പോലും, അല്ലെങ്കിൽ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള മാസം പോലും ടെമ്പറേച്ചർ 18 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ചൂടിൻ്റെ ആധിക്യത്തെ ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും തണുപ്പുള്ള ഒരു വർഷത്തിലെ മാസം എടുത്താൽ പോലും അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ ആ മാസത്തെ പോലും ശരാശരി താപനില 18 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. എത്ര വലിയ താപനിലയാണെന്ന് നോക്കി. ഓക്കെ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വിന്ററിലൊക്കെ യൂറോപ്പിലൊക്കെ എവിടെയാണ്, മെഡിറ്ററേനിയൻ ഭാഗത്തൊക്കെ എത്രയാണ് ആവറേജ് ടെമ്പറേച്ചർ? -2 ഡിഗ്രി, 3 ഡിഗ്രി അല്ല 4 ഡിഗ്രി, 10 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും വിന്റർ സമയത്തെ ആവറേജ് ടെമ്പറേച്ചർ, കേട്ടോ. ഇനി അടുത്ത ഡ്രൈ ക്ലൈമറ്റ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ക്ലൈമറ്റ്. പ്രസിപ്പിറ്റേഷൻ വളരെ കുറഞ്ഞ മേഖലയാണ് ഡ്രൈ ക്ലൈമറ്റ്, ബി എന്ന് പറയുന്നത്. മഴ തീരെ കുറഞ്ഞ മരുഭൂമിയും അർദ്ധവരണ്ട പ്രദേശങ്ങളും. സി എന്ന ലെറ്റർ അദ്ദേഹം ഏത് പ്രദേശത്ത് ഉപയോഗിച്ചു? വാം ടെമ്പറേച്ചർ, ഇളം ചൂടുള്ള പ്രദേശങ്ങൾ, മിതോഷ്ണ മേഖലകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മിതോഷ്ണം, ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മിതോഷ്ണ മേഖലകൾ, അതായത് വലിയ ചൂടുമില്ല, നമ്മുടെ ട്രോപ്പിക്സിൽ ഉള്ളതുപോലെ ചൂടുമില്ല, പോളാർ റീജിയനിൽ ഉള്ളതുപോലെ തണുപ്പുമില്ല, ഇടയ്ക്ക് ശീതോഷ്ണ മേഖല, മിതോഷ്ണ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. മിതമായ ഉഷ്ണം, വാം ടെമ്പറേറ്റ് റീജിയൻ. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ്. സ്നോ ഫോറസ്റ്റ്, അതായത് നല്ല തണുപ്പുള്ള സ്നോ, മഞ്ഞ് മൂടപ്പെട്ട വനമേഖലകളിലൊക്കെ കാലാവസ്ഥ, വനമേഖലകളിലേതുപോലുള്ള കാലാവസ്ഥയാണ് ഡി എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് തണുത്ത പ്രദേശങ്ങൾ മുഴുവൻ. മറ്റത് ഫോറസ്റ്റ് ക്ലൈമറ്റ് ആണ്. ഇത് അല്ലാത്ത നോർമൽ തണുത്ത അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശങ്ങൾ. ഇനി അവസാനമായിട്ട് ഹൈലാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങൾ, അല്ലെ? ഇവിടുത്തെ കോൾഡിന് കാരണവും പറയുന്നുണ്ട്, പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്, കോൾഡ് ഡ്യൂ ടു എലിവേഷൻ. ഇനി കോൾഡ് ക്ലൈമറ്റും കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ് നമ്മൾ വ്യത്യാസം തന്നെ. കോൾഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് ടെമ്പറേച്ചർ ഫോർ ഓൾ മന്ത് ഈസ്
ബിലോ 10 ഡിഗ്രി സെൽഷ്യസ്. എല്ലാ മാസത്തെയും ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, എല്ലാ മാസത്തെയും ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും. എത്ര തണുപ്പുള്ള പ്രദേശമായിരിക്കും അപ്പോൾ അത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഏത് മാസം എടുത്താലും ആവറേജ് ടെമ്പറേച്ചർ 10 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും. അല്ലാതെ ജനുവരിയൊക്കെ ചിലപ്പം ആവറേജ് വരുന്നത് ചിലപ്പോൾ -2 -3 ഒക്കെ ആയിരിക്കും. എന്തായാലും 10 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും. ഏറ്റവും ചൂടുള്ള മാസം നോക്കിയാൽ പോലും 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും ആവറേജ്, ആ മാസത്തെ പോലും ആവറേജ് ടെമ്പറേച്ചർ. എന്താണ് കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ്? ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡസ്റ്റ് മന്ത്. ഇവിടുത്തെ കോൾഡസ്റ്റ് മന്തിലെ ആവറേജ് ടെമ്പറേച്ചർ -3 അതിന് താഴെ ആയിരിക്കും. ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള മന്ത് ചിലപ്പോൾ അത് ജനുവരി ആകാം, ഡിസംബർ ആകാം. ആ മാസത്തെ പോലും ഏറ്റവും ആവറേജ് ടെമ്പറേച്ചർ, ആ മാസത്തെ പോലും ആവറേജ് ടെമ്പറേച്ചർ. ഇപ്പം നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും തണുത്ത മാസം ആയിരിക്കത്തില്ല ദക്ഷിണാർദ്ധ ഗോളത്തിലെ തണുത്ത മാസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അല്ലേ? ഉത്തരാർദ്ധ ഗോളത്തിൽ നമുക്ക് ഡിസംബറിൽ തണുപ്പ് കാലം വരുന്നു അല്ലേ? എന്നാൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നമുക്ക് ഡിസംബറിലാണോ തണുപ്പ് കാലം? അല്ല, നമ്മുടെ സമ്മർ സീസണിലായിരിക്കും അവർക്ക് വിന്റർ വരുന്നത്. അതായത് നമ്മുടെ ജൂണിലും ജൂലൈയിലും ഒക്കെ അവർക്ക് നല്ല വിന്റർ. അപ്പം ഏതാണോ തണുത്ത മാസം, ഏറ്റവും തണുപ്പുള്ള മാസം, അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, ഉത്തരാർദ്ധ ഗോളത്തിൽ ഡിസംബർ ആകാം, ദക്ഷിണാർദ്ധ ഗോളത്തിൽ ചിലപ്പോൾ ജൂലൈ ആകാം. ഏതാണോ തണുത്ത മാസം, ആ മാസത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -3 താഴെയുള്ള സ്ഥലങ്ങളാണ് കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റിനകത്ത് വരുന്നത്. ഇനി എന്താണ് വാം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഇത് മിഡ് ലാറ്റിറ്റ്യൂഡ്. കണ്ടോ, ഞാൻ പറഞ്ഞ മധ്യ അക്ഷാംശങ്ങൾ, മിതോഷ്ണ മേഖലകൾ, മധ്യ അക്ഷാംശ മേഖലകളാണ്. ഓക്കെ, ഇത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡസ്റ്റ് മന്ത് ഓഫ് ദ മിഡ് ലാറ്റിറ്റ്യൂഡ് ക്ലൈമറ്റ് ഇയേഴ്സ് ഈസ് ഹയർ ദാൻ -3 ഡിഗ്രി സെൽഷ്യസ് ബട്ട് ബിലോ 18 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഏറ്റവും തണുപ്പുള്ള മാസത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -3നും +18നും ഇടയ്ക്കായിരിക്കും. -3നും +18നും ഇടയ്ക്ക് കേട്ടോ വരുന്ന പ്രദേശങ്ങളാണ് വാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കേട്ടോ, ഒരു 18ന് മേളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂടിയ ടെമ്പറേച്ചർ ആണെന്ന് പറയാം. -3ന് താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായെന്ന് പറയാം. ബട്ട് അതിനിടയ്ക്ക് മിതമായ ഒരു കാലാവസ്ഥ, അതാണ് വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഓക്കെ, the climatic groups are subdivided into 4 types designated by small letters based on precipitation and temperature. താപനിലയുടെയും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ്റെ അളവ് വ്യത്യാസമുണ്ടാകുന്നതനുസരിച്ച് അതിന് വീണ്ടും 4 സബ് ഗ്രൂപ്പുകളായി തിരിക്കുന്നുണ്ട്. ആ സബ് ഗ്രൂപ്പുകൾക്ക് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചേക്കുന്നത് എഫ്, എം, ഡബ്ല്യു, എസ് എന്നീ ലെറ്റേഴ്സ് ഉപയോഗിച്ചേക്കുന്നത്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡ്രൈ സീസൺ, നല്ല സൂപ്പർ മഴ, എപ്പോഴും മഴ. വർഷത്തിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴയുടെ മേഖലയിലാണ് ജീവിക്കുന്നത് നമുക്ക് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ, അപ്പോൾ വർഷം മൊത്തം അവർ ജനുവരി തൊട്ട് ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വെച്ചിട്ടുള്ളത് മഴയാണ്. ഇനി അടുത്ത മൺസൂൺ ക്ലൈമറ്റ്, നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം അല്ലേ? നമ്മൾ ശരിക്കും ഇതിനകത്ത് എമ്മിനകത്താണ് വരുന്നത്, എമ്മിനകത്താണ് വരുന്നത്. എ തന്നെ എഫ് ഉണ്ട്, എം ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അതിനകത്ത് നമ്മൾ വരുന്നത് എമ്മിനകത്ത്. അതെ, മൺസൂൺ ക്ലൈമറ്റ്. ഇവിടെ വർഷം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു പകുതി കൂടുതൽ, പകുതിക്കടുത്ത്, ഒരു 6 മാസത്തിനടുത്ത്, ഒരു ഹാഫ് ഓഫ് ദി ഇയർ നമുക്ക് സീസണലി നമുക്ക് എന്ത് കിട്ടും? റെയിൻഫോൾ കിട്ടും. അങ്ങനെയുള്ള സ്ഥലമാണ് എം എന്ന് പറയുന്നത്. ഇനി ഉഷ്ണമേഖലയിൽ തന്നെ ഡബ്ല്യു വരുന്നത്. ഉഷ്ണമേഖലയിലും ഉണ്ട്, എല്ലാ മേഖലയിലും എയിലും ബിയിലും സിയിലും എ ബി സി ഡി ഇ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ABCDEH അല്ലേ? എപ്പം ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെയാണല്ലോ. ഇതിനകത്തെല്ലാം ഏത് വരുന്നുണ്ട്? AF വരുന്നുണ്ട്. അതിനകത്ത് ബിക്കകത്ത് BF വരുന്നുണ്ട്, സിക്കകത്ത് CF വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ എന്ത് വരുന്നുണ്ട്? സബ് ഡിവിഷൻസ് ഉണ്ട്. ഈ സബ് ഡിവിഷൻസിന് വേണ്ടിയാണ് എഫും എമ്മും ഡബ്ല്യുവും എസും യൂസ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും യൂസ് ചെയ്യും കേട്ടോ, എയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യും. ഇനി എന്താണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ? വിന്റർ സീസൺ, ഡ്രൈ വിന്റർ സീസൺ. അതായത് ഇവിടുത്തെ ശൈത്യകാലത്ത് എന്തില്ല? ശൈത്യകാലം നല്ലപോലെ മഴ ലഭിക്കാത്ത, വരണ്ട് കിടക്കുന്ന, ശൈത്യകാലം നല്ലപോലെ വരണ്ട പ്രദേശങ്ങളാണ്. ഈ മെഡിറ്ററേനിയൻ സീക്ക് മുകളിലുള്ള പ്രദേശം, ഓക്കെ, മെഡിറ്ററേനിയൻ സീക്ക് മുകളിലുള്ള പ്രദേശമില്ലേ, അവിടെ ഈ വിന്റർ സീസണിൽ നല്ലപോലെ മഴ കിട്ടും. മെഡിറ്ററേനിയൻ കാലാവസ്ഥയ്ക്ക് മുകളിലുള്ള കാലാവസ്ഥ, അവിടെയൊക്കെ അവർക്ക് ഈ വിന്റർ സീസൺ, തണുപ്പ് കാലത്ത് നല്ലപോലെ മഴ കിട്ടും. എന്നാൽ എല്ലായിടത്തും അങ്ങനെയല്ല. എന്നാൽ ചില ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റുകാരുണ്ടല്ലോ, അവർക്ക് സമ്മർ സീസൺ ഭയങ്കര ഡ്രൈ ആയിരിക്കും. വേനൽക്കാലത്ത് അവർക്ക് മഴ കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കാറ്റുകൾ, നമ്മുടെ ആഗോളവാദങ്ങളില്ലേ, അവർക്കുണ്ടാകുന്ന ചേഞ്ചുകൾ, അവരുടെ ലൊക്കേഷൻ ചേഞ്ച്, അവരുടെ ലാറ്റിറ്റ്യൂഡിൽ ചേഞ്ച് അനുസരിച്ചൊക്കെയാണ് ഈ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇനി ഇതുകൂടാതെ വേറെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എയും ബിയും സിയും ഡിയും ഉപയോഗിക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ സിവിയറിറ്റീനെ സൂചിപ്പിക്കാറുണ്ട്. ടെമ്പറേച്ചർ എത്രമാത്രം കഠിനമാണ് എന്നത് വീണ്ടും ഇപ്പോൾ ഒരേ സ്ഥലം തന്നെ, എ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ പോട്ടെ സി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വ്യത്യസ്ത താപനിലയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരെ CA, CB, CC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ABCD എന്നീ 4 വേറെ ലെറ്റേഴ്സും കൂടെ, സ്മോൾ ലെറ്റേഴ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം സ്മോൾ ലെറ്റേഴ്സ് FM, WS ആണ്
എന്താണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്രസിപ്പിറ്റേഷനെ സൂചിപ്പിക്കുന്നത്. ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ABCD ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ABCDE ആയിരുന്നു. ഓക്കെ, ABCDE പിന്നെ എച്ചും കൂടെ ഉണ്ടായിരുന്നല്ലോ. ദേ നോക്ക്, ABCDEH അല്ലേ, H ആയിരുന്നു മേജർ ക്ലാസിഫിക്കേഷൻ. ഇതുകൂടാതെ പ്രസിപ്പിറ്റേഷന്റെ അടിസ്ഥാനത്തിൽ സ്മോൾ ലെറ്റേഴ്സ് FMWS, അതായത് മഴയുടെ അടിസ്ഥാനത്തിൽ കേട്ടോ. മഴയില്ലാത്ത F, മൺസൂൺ മഴ കിട്ടുന്നത് M, വിന്റർ സമയത്ത് മഴയില്ലാത്തത് W, സമ്മർ സമയത്ത് വേനൽക്കാലത്ത് മഴയില്ലാത്തത് S. അങ്ങനെ പ്രസിപ്പിറ്റേഷന്റെ അടിസ്ഥാനത്തിൽ FMWS വന്നു. അതുപോലെ താപനില അടിസ്ഥാനത്തിൽ ABCD, താപനിലയുടെ സിവിയറിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി ABCD എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചു. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ഞാൻ പറഞ്ഞു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇന്ന് A മാത്രം ചർച്ച ചെയ്യാം. A എന്ന് പറയുന്ന ലെറ്ററിനെ പറ്റി മാത്രം ചർച്ച ചെയ്യാം. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം A എന്ന ലെറ്റർ ഉപയോഗിച്ചത്. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്, അതായത് ഉഷ്ണമേഖലയിലെ അത്യാവശ്യം ആർദ്രതയുള്ള മോയ്സ്ചറുള്ള പ്രദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം A എന്ന ലെറ്റർ ഉപയോഗിച്ചത്. എയിൽ തന്നെ അദ്ദേഹം 3 ക്ലാസിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട്. ട്രോപ്പിക്കൽ വെറ്റ് AF, അതായത് ഉഷ്ണമേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴയുള്ളത് AF. ഇവിടെ വരണ്ട കാലമില്ല, നോ ഡ്രൈ സീസൺ. എപ്പോഴും വർഷത്തിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇവർക്ക് മഴ കിട്ടും. വരണ്ട കാലം എന്ന് പറയുന്നൊരു കാലമില്ല, അതായത് മഴയില്ലാത്ത ഒരു 3 മാസം 4 മാസം ഇല്ല. ഇനി ട്രോപ്പിക്കൽ മൺസൂൺ AM, നമുക്ക് ഇവർക്ക് കിട്ടുന്ന പോലെ നോ ഡ്രൈ സീസൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഷോർട്ട് ഡ്രൈ സീസൺ ആണ്. നമുക്ക് ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ജനുവരി ഒക്കെ ഡ്രൈ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഡിസംബർ ജനുവരി ഒക്കെ ഒന്ന് ആലോചിച്ചേ, തണുപ്പ് കാലം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മൺസൂൺ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഡ്രൈ സീസൺ അല്ലേ, നമുക്ക് മഴ കുറവല്ലേ. ഇപ്പോൾ ഷോർട്ട് ഡ്രൈ സീസൺ ആണ് ഇന്ത്യ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്താണ് മെയിൻ ആയിട്ട് വരുന്നത്. AFനകത്ത് ഇന്ത്യ വരത്തില്ല, AMനകത്താണ് നമ്മൾ വരുന്നത് കേട്ടോ. പിന്നെന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ, ഇവിടുത്തെ വിന്റർ സീസൺ നല്ല പോലെ ഡ്രൈ ആണ്. ഇന്ത്യയുടെ കുറച്ച് ഭാഗം AWനകത്തും വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, AWനകത്തും വരുന്നുണ്ട്. ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ, അതായത് ഇവിടെ മഴയുള്ള സമയമുണ്ട്, അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള നല്ല ഡ്രൈ ഒരു 3 മാസം. ഒരു സീസണലി നമുക്കറിയില്ല, ഇവിടെ ഷോർട്ട് ഡ്രൈ സീസൺ ആയിരുന്നു അല്ലേ, ഇവിടെ ഷോർട്ട് ഡ്രൈ സീസൺ ആയിരുന്നു, ഇവിടെ ഡ്രൈ സീസൺ ഇല്ലായിരുന്നു. എന്നാൽ ഇവർക്ക് ഡ്രൈ സീസൺ ഉണ്ട്, പ്രത്യേകിച്ച് വിന്റർ ഡ്രൈ സീസൺ, നല്ല ഡ്രൈ സീസൺ ആണ്. ഓക്കെ, അപ്പം ഇതാണ് AF, AM, AW. നമുക്ക് നോക്കാം എന്താണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ഉഷ്ണമേഖല പ്രദേശം, ഭൂമിയിലെ ഉഷ്ണമേഖല പ്രദേശത്തെയാണ് ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉഷ്ണമേഖലയുടെ ഒരു കൃത്യമായിട്ടുള്ള ഡിപ്പിക്ഷൻ ഉണ്ട്. നോക്കി, ഇക്വേറ്റർ ഇവിടെ ഏറ്റവും താഴെ കണ്ടോ, ഇക്വേറ്റർ നടുക്ക് നോക്കും നിങ്ങൾ, ഇക്വേറ്റർ ഭൂമധ്യരേഖ. അതിന് മുകളിലോട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ എന്ന് പറയും. എത്രയാ, 23.5 ഡിഗ്രി നോർത്ത് അല്ലേ. അതിന് താഴെയായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ കണ്ടോ, 23.5 ഡിഗ്രി സൗത്ത്. ഇത്രയും പ്രദേശത്തിനകത്ത് വരുന്ന നമ്മുടെ കരഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ ഭാഗങ്ങളാണ് ഉഷ്ണമേഖലാ പ്രദേശം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ ഉണ്ട് കണ്ടോ. ഇന്ത്യയുടെ ഗുജറാത്തിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. സോ ഉറപ്പായിട്ടും നമ്മൾ ഈ ട്രോപ്പിക്സ് മേഖലയിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ മേഖലയിൽ ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ആര് വരുന്നുണ്ട്, ആഫ്രിക്കയുടെ കണ്ടോ, ഭൂരിഭാഗം പ്രദേശങ്ങളും ട്രോപ്പിക്സിനകത്താണ്. ആഫ്രിക്ക കണ്ടോ, ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും ട്രോപ്പിക്കൽ റീജിയനിലാണ്. പിന്നെ ഇത് വരുന്നുണ്ട് സൗത്ത് അമേരിക്കയുടെ തന്നെ ഇത്രയും ഭാഗങ്ങൾ, ആ ഒരു ബ്രസീൽ, അതുപോലെ തന്നെ കൊളംബിയ, വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളില്ലേ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. പിന്നെ അത് മെക്സിക്കോ എന്ന് പറയുന്ന നോർത്ത് അമേരിക്കയിലെ മെക്സിക്കോ, പിന്നെ സെൻട്രൽ അമേരിക്കൻ കൺട്രീസ് മുഴുവൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഏതാ വരുന്നത്, കുറച്ച് നമുക്ക് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇവിടെ ഈ നമ്മുടെ തായ്ലൻഡ്, അതുപോലെ തന്നെ മ്യാൻമർ തുടങ്ങിയ പ്രദേശങ്ങൾ, പിന്നെ ഈ ദ്വീപുകൾ മുഴുവൻ, ഇന്തോനേഷ്യൻ ഐലൻഡ് മുഴുവൻ അല്ലേ. പിന്നെ ഓസ്ട്രേലിയയുടെ നോർത്തേൺ സൈഡ്, ഇത്രയുമാണ് ശരിക്കും ട്രോപ്പിക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന AFും AMും AWയും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗ്രൂപ്പ് A എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ആദ്യം ഗ്രൂപ്പ് A നോക്കി, എന്താണ് ഗ്രൂപ്പ് A? ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്സ്. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിനും ഇടയ്ക്ക്. അതായത് ഗ്ലോബിന്റെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഇത്രയും സ്ഥലമാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന പ്രദേശം. A എന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത് ഇത്രയും സ്ഥലമാണ് കേട്ടോ. ഇത്രയും സ്ഥലമാണ് A എന്ന ഗ്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ദ സൺ ബീയിങ് ഓവർഹെഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ മേക്ക് ദ ക്ലൈമറ്റ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. ഈ ഒരു പ്രദേശത്ത് സൂര്യപ്രകാശം വർഷത്തിൽ നമുക്കറിയാം
ഇങ്ങനെ മാറി മാറി പതിക്കാറുണ്ട്. മാറി മാറി എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിനും ഇടയ്ക്കാണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത്. നമുക്കറിയാം ജൂൺ 21-ന് സൺറൈസ് ഡയറക്ട്ലി പതിക്കുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. നമ്മൾ പറയാറുണ്ട് സമ്മർ സോൾസ്റ്റേസ്. അതുപോലെ ഡിസംബർ 22-ന് സൺറൈസ് ഡയറക്ട്ലി പതിക്കുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലാണ്. നമ്മൾ അതിനെ വിന്റർ സോൾസ്റ്റേസ് എന്ന് വിളിക്കും. ബാക്കിയുള്ള സമയത്തെല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് സൂര്യപ്രകാശം പതിക്കുന്നത്, ഈ സ്ഥലങ്ങൾക്കിടയ്ക്ക്. ജൂൺ 21-ന് ഡിസംബറിന് ബാക്കി വർഷത്തിലെ ബാക്കി ദിവസം, ഈ 2 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ. ദാറ്റ് മീൻസ് ഇതെന്താ അർത്ഥമാക്കുന്നത്? സൺറൈസ് വെർട്ടിക്കലി ഡയറക്ട്ലി പതിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയുള്ള സ്ഥലത്തിനകത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് വർഷത്തിൽ ഭൂരിഭാഗം എന്നല്ല, എല്ലാ ദിവസവും വർഷത്തിൽ 365 ദിവസവും സൂര്യപ്രകാശം പതിക്കുന്നത് ഈ 2 സ്ഥലങ്ങൾക്കിടയിലുള്ള, ഈ 2 ലാറ്റിറ്റ്യൂഡ്സിനിടയിലുള്ള സ്ഥലങ്ങളിലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ചൂട് പിടിച്ച പ്രദേശമാണ് കേട്ടോ. ഓവർ ഹെഡാണ് തലയ്ക്ക് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നല്ലപോലെ ചൂട് പിടിച്ച മേഖലയാണ് ഈ ട്രോപ്പിക്കൽ മേഖല എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ഈ ട്രോപ്പിക്കൽ മേഖലയിലെ ഏറ്റവും ചൂടുള്ള ആവറേജ് ടെമ്പറേച്ചർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചൂടുള്ള മേഖല നോർമലി ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് വരും. ഓക്കെ, ആവറേജ് എടുത്ത് ഒരു വർഷത്തിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയാണ് നമ്മൾ ITCZ എന്ന് വിളിക്കുന്നത്. ITCZ ഇങ്ങോട്ടേക്ക് ട്രേഡ് വിൻസ് വന്ന്, ഇതൊരു ലോ പ്രഷർ സോൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞൊരു കാറ്റ് വന്ന് കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ട് ITCZ-ലേക്ക്. നോർമലി അത് സാധാരണ അതെവിടെയാണ്? 0 ഡിഗ്രി ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ടാണ് ITCZ ഉള്ളത്. ഇനി അതിൻ്റെ നോർത്ത് വേർഡും സൗത്ത് വേർഡും ഷിഫ്റ്റിംഗ് നടക്കാറുണ്ട് ITCZ-ന്. കാരണം സൺറൈസ് വെർട്ടിക്കലി ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ, വെർട്ടിക്കലി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പതിക്കുമ്പോൾ ITCZ വടക്കോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി സൺറൈസ് ഡയറക്ട്ലി ഈ പറഞ്ഞ സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ITCZ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ചെറിയ ഷിഫ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ. ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ ആൻഡ് ആനുവൽ റെയിൻഫോൾ ഈസ് ഹൈ. ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് ഈ പറഞ്ഞ ഈ മേഖലയിലെ എന്താണ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് നമ്മൾ പറയാറില്ലേ? എന്താണ് ഏറ്റവും ചൂടുള്ള മാസവും ഏറ്റവും ചൂട് കുറഞ്ഞ മാസവും തമ്മിൽ ആ ഒരു ഡിഫറൻസ് ഇല്ല, അത് വളരെ കുറവായിരിക്കും. കാരണം വർഷം മുഴുവൻ ചൂടാണ്. അപ്പം ഏറ്റവും ചൂടുള്ളത് ചിലപ്പം ഏറ്റവും ചൂടുള്ള മാസം ചിലപ്പോൾ 42 ഡിഗ്രി ആയിരിക്കും. ഇനി ഏറ്റവും തണുപ്പുള്ള മാസത്തെയും ആവറേജ് ടെമ്പറേച്ചർ ചിലപ്പോൾ ഒരു 35 അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവരുടെ റേഞ്ച് ഉണ്ട്, ഈ വ്യത്യാസം കൊണ്ട് ഈ ഡിഫറൻസ് വളരെ കുറവാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവാണ്. മാത്രമല്ല ആനുവൽ റെയിൻഫോൾ കൂടുതലുമായിരിക്കും. അപ്പം ഈ പറഞ്ഞ റേഞ്ച് ഓഫ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ആ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറയുന്നു എന്നല്ല പറഞ്ഞത് കേട്ടോ, ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഏറ്റവും ചൂടുള്ള മാസവും ഏറ്റവും ചൂട് കുറഞ്ഞ മാസവും തമ്മിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല ആനുവൽ റെയിൻഫോള്, മഴയുടെ വിതരണം, ഒരു വർഷത്തെ വാർഷിക മഴ നല്ലപോലെ കൂടുതലുമായിരിക്കും. ഈ ട്രോപ്പിക്കൽ ഗ്രൂപ്പിനെ, എ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ വീണ്ടും നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ്, AF എന്ന ലെറ്റർ ഉപയോഗിക്കുന്നു. F. ഓക്കെ, ഡ്രൈ ക്ലൈമറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എഫിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചായിരുന്നല്ലോ, F കുറച്ച് മുമ്പ്, സ്മോൾ ലെറ്റർ F, ഡ്രൈ ക്ലൈമറ്റ് ഇല്ല. അടുത്ത AM, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. AM മൺസൂൺ അഫക്റ്റ് ചെയ്യുന്ന ട്രോപ്പിക്കൽ റീജിയൻ. അടുത്ത AW, ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്, അതായത് മഴയും വരൾച്ചയും ഇടകലർന്ന് അനുഭവപ്പെടുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ, അതാണ് AW. മഴയും അതുപോലെ വരൾച്ചയും ഇടകലർന്ന് വർഷത്തിൽ കിട്ടുന്നു. അതായത് ഇവർക്ക് ഡ്രൈ സീസൺ ഉണ്ട്. ഇവർക്ക് നമുക്ക് എന്തായിരുന്നു? AMകാർക്ക് എന്തായിരുന്നു? AMകാർക്ക് ഷോർട്ട് ഡ്രൈ സീസണാണ്, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഡ്രൈ സീസൺ ഉള്ളൂ. ഈ വെറ്റ് ക്ലൈമറ്റുകാർക്ക് എന്തായിരുന്നു പ്രത്യേകത? AFകാർക്ക് ഇവർക്ക് ഡ്രൈ സീസണേ ഇല്ല. ഓക്കെ, നോക്കാം നമുക്ക്. A എന്ന് പറയുന്ന പ്രദേശം ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഇതുണ്ടോ ഭൂമധ്യരേഖ? ഞാനൊന്ന് വരയ്ക്കാം. ഇതാണ് ഭൂമധ്യരേഖ. ഓക്കെ, ദിസ് ഈസ് ഇക്വേറ്റർ, ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഇത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. അതിന് താഴെയായിട്ട് 23.5 ഡിഗ്രി സൗത്ത്, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഓക്കെ, ഇവിടെയാണ്, ഇതിനിടയ്ക്കാണ് A ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. അതിനകത്ത് AF നോക്കിയാൽ ഡ്രൈ സീസൺ ഇല്ലാത്ത സ്ഥലം AF, അതാണ് നല്ല ഹാർഡ്, നല്ല കട്ടിയുള്ള ഒരു ബ്ലൂ കളർ കൊണ്ട് കാണിച്ചേക്കുന്നത്. അതിനെക്കാട്ടി ലൈറ്റ് ആയിട്ടുള്ളതാണ് AM, അതിലും ലൈറ്റ് ആയിട്ടുള്ളത് AW. നമുക്ക് നോക്കാം മൂന്നും കേട്ടോ. ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്തല്ലേ ഈ ഡാർക്ക് ബ്ലൂ ഉള്ള നോക്കിക്കേ, കണ്ടോ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്തല്ലേ ഈ ഡാർക്ക് ബ്ലൂ ഉള്ള നോക്കിക്കേ. യെസ്, നോക്കാം. ആ ഡാർക്ക് ബ്ലൂ ഉള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് മാറ്റാം. ഒന്നിത് തെണ്ടിത്, അതെവിടാ? ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് കോങ്കോ റെയിൻ ഫോറസ്റ്റ്. പിന്നെ ഡാർക്ക് ബ്ലൂ ഉള്ളതിൻ്റെ ഇവിടെ കണ്ടോ, ആമസോൺ. പിന്നെ ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചേക്കുന്നതിൻ്റെ ഇതാണ്, ഏതാണ്? ഇന്തോനേഷ്യയിലെ നമ്മുടെ മഴക്കാടുകൾ.
ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത നോക്കിക്കേ, ഇതെല്ലാം ആമസോൺ ആയിക്കോട്ടെ, കോങ്കോ ആയിക്കോട്ടെ, ഇന്തോനേഷ്യയിലെ ഈ പറഞ്ഞ വനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? റെയിൻ ഫോറസ്റ്റ് ആണ്. ഇതെല്ലാം എന്താണ്? റെയിൻ ഫോറസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഈ എഫിനകത്താണ് ഇത് വരുന്നത്. എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ആ സ്ഥലത്തെ ഡിനോട്ട് ചെയ്തത്. എന്തുകൊണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് ആയത്? ഇത് കടന്നു പോകുന്നത് ഭൂമധ്യരേഖ ഉണ്ടോ? ഭൂമധ്യരേഖ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇതെല്ലാം ഉണ്ടോ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഈ ആമസോണും ഈ കോങ്കോയും ഈ പറഞ്ഞ ഇന്തോനേഷ്യ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ത് ലഭിക്കും? എല്ലാ ദിവസവും റെയിൻഫോൾ ലഭിക്കും. എന്ത് റെയിൻഫോൾ? കൺവെക്ഷണൽ റെയിൻഫോൾ ലഭിക്കും. അതായത് ഇവിടെ ചൂട് പിടിക്കും. നല്ലപോലെ ചൂടാണ് ഈ പ്രദേശം നല്ലപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ഓട്ടെ, ഇവിടെ നല്ലപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഈ വായു ചൂട് പിടിച്ച് ഉയരും, കൺവെക്റ്റ് ചെയ്യും, സംവഹനം നടക്കും. അങ്ങനെ ചൂട് പിടിച്ചുയരുന്ന വായു മുകളിലെത്തി ആ വായുവിനകത്തുള്ള ഈർപ്പത്തെ അവിടെ വെച്ച് കണ്ടൻസ് ചെയ്യിപ്പിക്കും. അങ്ങനെ അവർക്ക് വൈകുന്നേരങ്ങളിൽ, മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മഴ കിട്ടും. നമ്മുടെ വേനൽക്കാലത്ത് കിട്ടുന്ന പോലെ. വേനൽക്കാലത്ത് നമുക്ക് പകൽ ചൂടായിരിക്കും, ഉച്ചയാകുമ്പോൾ മഴ കിട്ടത്തില്ലേ? അതേപോലെ ഇവർക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും, വേനൽക്കാലം എന്ന് തന്നെയല്ല, ഏതൊരു സീസൺ എടുത്തു കഴിഞ്ഞാലും അതിപ്പം ജനുവരി ആയിക്കോട്ടെ, ഫെബ്രുവരി ആയിക്കോട്ടെ, ഡിസംബർ ആയിക്കോട്ടെ, ഏത് മാസം എടുത്താലും ഇവർക്ക് വൈകുന്നേരങ്ങളിൽ മിക്കവാറും ദിവസം ഒരു 85%, ഒരു വർഷത്തിൽ 85% ഡേയ്സിൽ ഇവർക്ക് മഴ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ മരങ്ങൾ ഇല പൊഴിക്കാതെ അത് ഇടതൂർന്ന് നിൽക്കുന്നത്. അത് മരങ്ങൾ ഇല പൊഴിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക്? ഇല്ല. ഇന്ന് മഴ കിട്ടി, നാളെ ചൂടാന്ന് പറഞ്ഞാലും വൈകിട്ട് മഴ കിട്ടും. അതുകൊണ്ട് ഒരു ഡ്രൈ സീസൺ ഇവർക്കില്ല. സോ അതുകൊണ്ട് മരങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? ഇല പൊഴിച്ച് അതിന്റെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇനി എം എന്താണ്? എം ഇത് നോക്കിക്കേ. എം എന്ന് വരുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? നമ്മുടെ ഇന്ത്യയിൽ കണ്ടോ? ഇവിടെ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇവിടെ ഈ ഭാഗം കണ്ടോ? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കണ്ടോ? അവിടെയൊക്കെയാണ് എം വരുന്നത് കണ്ടോ? ആ ഭാഗത്തേക്കായിട്ടാണ് എം. അതായത് മൺസൂൺ എന്നറിയപ്പെടുന്ന കാറ്റ് ഇന്ത്യയിലേക്ക് എത്തുന്ന ഭാഗം. മൺസൂൺ കാറ്റുകൾ നോർത്ത് ഹെമിസ്ഫിയറിലേക്ക് വരാറുണ്ട്. മൺസൂൺ കാറ്റുകൾ ജൂൺ മാസത്തിൽ. ഈ മൺസൂൺ കാറ്റുകളുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ മൺസൂൺ കാറ്റിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് എം എന്ന് പറയുന്ന കാലാവസ്ഥയുള്ളത്. എം കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് സീസണൽ ആയിട്ട് റെയിൻഫോൾ കിട്ടും. എല്ലാ ദിവസവും റെയിൻഫോൾ ഇല്ല, സീസണൽ ആയിട്ട് റെയിൻഫോൾ കിട്ടും. പിന്നെ വേനൽ മഴ കിട്ടും. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ എമ്മുകാർക്കുണ്ട്. അടുത്തത് എന്താണ്? എ ഡബ്ല്യു എവിടെ നോക്കിക്ക്, ഇത് കണ്ടോ? ഈ റെയിൻ ഫോറസ്റ്റിന്റെ ഒക്കെ താഴെയും കണ്ടോ? എവിടെയാണോ റെയിൻ ഫോറസ്റ്റ് കണ്ടത്, നല്ലപോലെ മഴ കണ്ടത്, അതിന്റെ മുകളിലും താഴെയുമായിട്ട് കണ്ടോ? ഇന്ത്യയിലെ ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയിലൊക്കെ ഈ ഒരു ഡബ്ല്യുവിന്റെ ഡെക്കാൻ പീഠഭൂമിയുടെ നോർത്ത് സൈഡിലായിട്ട് കണ്ടോ? ഈ ഡെക്കാൻ പീഠഭൂമിക്ക് നോർത്ത് സൈഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരു ഡബ്ല്യു ക്ലൈമറ്റ് അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഡബ്ല്യു എവിടാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? നേരത്തെ നല്ല റെയിൻ ഫോറസ്റ്റ് കാണപ്പെട്ട എഫ് എന്ന് പറയുന്ന, വരണ്ട കാലം ഇല്ലാതിരുന്ന എഫിന്റെ നോർത്തിലും സൗത്തിലുമായിട്ടാണ് ഏത് ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്? ഡബ്ല്യു എന്ന് പറയുന്ന ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. നോർത്തിലും സൗത്തിലുമായിട്ടാണ് ഡബ്ല്യു എന്ന് പറയുന്ന ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. ഇവർക്ക് എന്തുണ്ട്? ഡ്രൈ സീസൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്? വെറ്റ് സീസണും ഉണ്ട്. കണ്ടോ? ട്രോപ്പിക്കൽ, ഡ്രൈ ആൻഡ് വെറ്റ് സീസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എഫിനെ പറ്റി നമുക്ക് പറയാം. എഫ് ഇപ്പം നിങ്ങൾ കണ്ടതേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്. ഈ മൂന്നിനെ പറ്റിയും പറഞ്ഞു. അതിനകത്ത് എഫ് നമുക്ക് നോക്കാം. ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് ഈസ് ഫൗണ്ട് നിയർ ദ ഇക്വേറ്റർ. കണ്ടോ? ഈ പറഞ്ഞ എഫ് എന്ന് പറയുന്ന ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത് ഇക്വേറ്ററിന്റെ അടുത്തായിരിക്കും, വളരെ നിയറിലായിരിക്കും. ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു. ആമസോൺ ബേസിൻ സൗത്ത് അമേരിക്കയിലെ, പിന്നെ അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ആഫ്രിക്കയിലെ ഇക്വേറ്റർ കടന്നു പോകുന്ന ആ പ്രദേശം, ആ കോങ്കോ എന്നറിയപ്പെടുന്ന മഴക്കാടുകളൊക്കെ അവിടെ വരുന്നത്. പിന്നെ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്തോനേഷ്യൻ ദ്വീപുകൾ, സുമാത്ര, ജാവ, അതൊക്കെ കേട്ടോ. സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഒക്കേഴ്സ് ഇൻ എവറി മന്ത് ഓഫ് ദ ഇയർ ആസ് തണ്ടർ ഷവേഴ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയായിട്ട് എല്ലാ മാസവും ഇവർക്ക് എന്ത് കിട്ടാറുണ്ട്? മഴ കിട്ടാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വർഷത്തിലെ ഒരു 85% ദിവസവും ഇവർക്ക് മഴയുണ്ട്. ഓക്കെ, എല്ലാ മാസവും ഇവർക്ക് മഴയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയായിട്ട്. അതിനെ കൺവെക്ഷണൽ റെയിൻഫോൾ എന്നാണ് വിളിക്കുന്നത്. ആ റെയിൻഫോളിനെ വിളിക്കുന്ന പേരാണ്, ആ വൈകുന്നേരം കിട്ടുന്ന റെയിൻഫോൾ ആണ് കൺവെക്ഷണൽ റെയിൻഫോൾ. ദ ടെമ്പറേച്ചർ ഈസ് യൂണിഫോംലി ഹൈ. ഉണ്ടോ? യൂണിഫോംലി ഹൈ ആണ് ടെമ്പറേച്ചർ. ആൻഡ് ദ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് നെഗ്ലിജിബിൾ. അതായത് വ്യത്യാസമാണ്. ആനുവൽ ഡയർണൽ റേഞ്ച് ആണ്. അതായത് ഏറ്റവും ചൂട് കൂടിയ മാസത്തെ താപനില എടുക്കുന്നു, ആവറേജ് 40. ഏറ്റവും ചൂട് കുറഞ്ഞ മാസത്തെ താപനില എടുക്കുന്നു, നോക്കുമ്പോൾ ഒരു 30 ആയിരിക്കും. വ്യത്യാസം 10 വരുന്നുള്ളൂ. എന്നാൽ ചില പ്രദേശങ്ങളിൽ യൂറോപ്പിലൊക്കെ ടെമ്പറേച്ചർ ഏറ്റവും ചൂട് കൂടിയ മാസത്തെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 38 കിട്ടും. ഏറ്റവും തണുപ്പുള്ള മാസത്തെ ആവറേജ് ടെമ്പറേച്ചർ എടുത്താൽ ചിലപ്പോൾ ഒരു 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ വ്യത്യാസം കണ്ടോ? ഈ റേഞ്ച് ഓഫ് ആനുവൽ റേഞ്ച് ഇവിടെ വലിയ വ്യത്യാസം കാണും. ഏതാ? ഈ ഭൂമധ്യരേഖയിൽ നിന്ന് അകലെയുള്ളവർക്ക്, യൂറോപ്പ് പോലെയുള്ള ഭൂഖണ്ഡങ്ങളിലൊക്കെ. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ളവർക്ക് ഈ ഒരു ഡിഫറൻസ് വളരെ കുറവായിരിക്കും. കാരണം എപ്പോഴും ചൂടാണ്.
അതുകൊണ്ട് തന്നെ ഏറ്റവും ചൂടുള്ള മാസത്തെ ആവറേജും ഏറ്റവും ചൂട് കുറഞ്ഞ മാസത്തെ ആവറേജും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ദ മാക്സിമം ടെമ്പറേച്ചർ ഓൺ എനി ഡേ ഈസ് അറൗണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ദിവസം എടുത്താലും 30 ഡിഗ്രിക്ക് മുകളിലായിരിക്കും മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഏതൊരു മാസം എടുത്താലും 20 ഡിഗ്രിക്ക് മുകളിലായിരിക്കും ഏറ്റവും മിനിമം കേട്ടോ. ഏറ്റവും മിനിമം ടെമ്പറേച്ചർ ഉള്ള മാസം എടുത്താൽ പോലും അതൊരു 20 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. ഇവിടെ എന്ത് കാണപ്പെടുന്നു? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് വിത്ത് ഡെൻസ് കനോപ്പി. കനോപ്പി എന്ന് വെച്ചാൽ എന്താണ്? വൃക്ഷത്തിന്റെ ആവരണം, മുകൾ ആവരണം. നല്ല ഇടതൂർന്ന് കിടക്കുന്ന, സൂര്യപ്രകാശം കടന്നു പോകത്തില്ല. ആ കാടുകളിൽ നല്ല ഇരുട്ടായിരിക്കും. അല്ല, അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞാണ് മരങ്ങൾ ഇരിക്കുന്നത്. കണ്ടോ? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് അത് മാത്രം നമുക്ക് എടുക്കാം. ഇവിടം കണ്ടോ? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കണ്ടോ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്തല്ലേ നോക്കി ഇതെല്ലാം ഇരിക്കുന്നത്. കണ്ടോ? ഭൂമധ്യരേഖ കടന്നു പോകുന്നതിന് ആമസോൺ, ബ്രസീലില് കണ്ടോ? അതുപോലെ ഇക്വറ്റോറിയൽ ആഫ്രിക്ക, കോങ്കോ കണ്ടോ? പിന്നെ ഇത് കണ്ടോ? നമ്മുടെ ഇന്തോനേഷ്യ. മൂന്നും ഒരൊറ്റ വരയിലല്ലേ നോക്കി, മൂന്നും ഒരൊറ്റ ലൈനിലല്ലേ നോക്കി. ആ ലൈനാണ് ഇക്വേറ്റർ. മൂന്നും ഒരൊറ്റ ലൈനല്ലേ നോക്കി, ആ ലൈനാണ് ഇക്വേറ്റർ. അതിനടുത്താണ് ഏത് ക്ലൈമറ്റ് ആണ്? AF ക്ലൈമറ്റ്. AF എന്ന് പറയുന്ന ക്ലൈമറ്റ്. വൈകുന്നേരം ഇടിയോട് കൂടിയവർക്ക് എല്ലാ മാസവും മഴ കിട്ടും. അങ്ങനത്തെ ക്ലൈമറ്റ് ആണ് AF എന്ന് പറയുന്ന ക്ലൈമറ്റ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം AM, നമ്മുടെ ക്ലൈമറ്റ്. ഇന്ത്യയിലൊക്കെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? AM ആണോ, AF ആണോ, AW ആണോ? ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇന്ത്യയിലെ മെജോറിറ്റി സ്ഥലത്തും അനുഭവിക്കുന്നത് AM ക്ലൈമറ്റ് ആണ്. ഇന്ത്യയിലെ ഒരു മെജോറിറ്റി, ഒരു 85-80% സ്ഥലങ്ങളിലും AM ക്ലൈമറ്റാണ് നമുക്ക് കിട്ടുന്നത്. AF ക്ലൈമറ്റ് നമുക്കില്ല. നമുക്ക് കിട്ടുന്ന AM ക്ലൈമറ്റാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ AW ക്ലൈമറ്റും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇന്ത്യയുടെ ക്ലൈമറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറക്കരുത്. ഇന്ത്യയുടെ ക്ലൈമറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതെവിടെയാണെന്ന് നോക്കിയേ. ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് AM ഈസ് ഫൗണ്ട് ഓവർ ദ, കണ്ടോ? ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്കയിലെ, സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, അതുപോലെ നോർത്തേൺ ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത് കേട്ടോ. ട്രോപ്പിക്കൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്ക. അതായത് മൺസൂൺ വിൻഡ് ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ്. ഇവരെ വിളിക്കുന്ന പേര് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് ഇവരെ വിളിക്കുന്നത്. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് മൺസൂൺ വിൻഡായി മാറുന്നത്. ദാറ്റ് മീൻസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയി മാറുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിന്റെ ഡയറക്റ്റ് റേഡിയേഷൻസ് നോർത്ത് ഹെമിസ്ഫിയറിൽ ഈ പറഞ്ഞ നമ്മുടെ ഒരു എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഒക്കെ ഭാഗത്തേക്ക് നേരിട്ട് പതിക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ ഇക്വേറ്ററിൽ ഉണ്ടായിരുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ ITCs പതുക്കെ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് ഏകദേശം ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തെത്തുമ്പോൾ. അതുണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രത്തിലൂടെയൊക്കെ ആയിരിക്കും പിന്നെ ഇത് കടന്നു പോകുന്നത്, ഈ ITCs കടന്നു പോകുന്നത്. ഈ ITCs നോർത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ഈ ഇക്വേറ്റർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തും. അങ്ങനെയാണ് അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നത്. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കോറിയോലിസ് എഫക്റ്റിന്റെ സ്വാധീനത്താൽ വലത്തോട്ട് തിരിഞ്ഞ് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ എത്തുന്നുണ്ട് ഈ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ഈസ്റ്റേൺ പാർട്ടിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കനിലേക്ക് സൂര്യൻ പോകത്തില്ലേ, സൂര്യന്റെ ഡയറക്ട് റേസ് പതിക്കുന്ന സമയമില്ലേ, അപ്പോഴത്തേക്ക് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എവിടെ എത്തും? ഈ സതേൺ ഹെമിസ്ഫിയറിലെത്തും. അപ്പോൾ ആ സമയത്ത് എവിടെയും കിട്ടും മഴ? ഓസ്ട്രേലിയയിലും കിട്ടും. ഹെവി റെയിൻഫോൾ ഒക്കേഴ്സ് മോസ്റ്റ്ലി ഇൻ സമ്മർ. പ്രധാനമായിട്ടും സമ്മറിനോട് കേന്ദ്രീകരിച്ചാണ് നമുക്ക് മഴ കിട്ടുന്നത്. കാരണം എന്താണെന്നറിയോ? ഒരു നോർത്ത് ഹെമിസ്ഫിയറിലെ സമ്മർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജൂണിന് ശേഷമാണ്. നമ്മുടെ ഇന്ത്യയിലെ സമ്മർ നമ്മൾ പഠിക്കുന്നത് മാർച്ച് ടു മെയ് ആണ്. പക്ഷെ നോർത്ത് ഹെമിസ്ഫിയർ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു ജൂലൈക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ജൂൺ ജൂലൈ ശേഷം ഒരു സെപ്റ്റംബർ വരെയൊക്കെയാണ് അവരുടെ എന്തെന്ന് പറയുന്നത് സമ്മർ സീസൺ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ മൺസൂൺ വരുന്നത്. അപ്പം നോർത്ത് ഹെമിസ്ഫിയറിലെ സമ്മർ വെച്ചിട്ടാണ് പറയുന്നത് ഹെവി റെയിൻഫോൾ ഈ സമയത്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. നിങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് ആയിട്ട് അത് കൺഫ്യൂസ്ഡ് ആവരുത്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മറോടനുബന്ധിച്ച് നമുക്ക് മഴ കിട്ടും. എന്തുകൊണ്ടാണ്? ആ സമയത്താണ് ജൂൺ ടു സെപ്റ്റംബറിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത്. അതുകൊണ്ട് മഴ കിട്ടും. ഇവിടെ വിന്റർ കുറച്ച് ഡ്രൈ ആണ്. ഈ സീസണിന്റെ പ്രത്യേകത എന്താണ്? ഡിസംബർ ജനുവരിയൊക്കെ വലിയ മഴ നമുക്ക് കിട്ടത്തില്ല. ഒരു ഷോർട്ട് ഡ്രൈ പീരീഡ് നമുക്കുണ്ട്. അത് ഭയങ്കര ഡ്രൈ ആണ്. ഓക്കെ, നോക്കാം ഏതാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങൾ, ഈ പറഞ്ഞ മൺസൂണിന്റെ എഫക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ഇന്ത്യ അല്ലേ. പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മൊത്തത്തിൽ കിട്ടും. പിന്നെ ഈ ഈസ്റ്റേൺ പാർട്സ് ഓഫ് സൗത്ത് അമേരിക്ക, എന്നിട്ട് ഇവിടെ ഒക്കെ ഈസ്റ്റേൺ പാർട്സ് ഓഫ് സൗത്ത് അമേരിക്ക, പിന്നെ നോർത്തേൺ പാർട്സ് ഓഫ് ഓസ്ട്രേലിയ.
എന്നീ സ്ഥലങ്ങളിലാണ്. പിന്നെ കുറച്ച് ഇവിടെ ഈ ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലും ഒക്കെ കുറേ ചെറിയൊരു തോതിൽ, അതുപോലെ സൗത്ത് അമേരിക്കയുടെ തന്നെ ഈസ്റ്റ് കോസ്റ്റിലും ഒക്കെ ചെറിയ തോതിലൊരു മഴ കിട്ടാറുണ്ട് കേട്ടോ, ചെറിയ തോതിൽ. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഇനി അടുത്തത് AW. AW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലൈമറ്റാണ് വരുന്നത്? ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ഒക്വേഴ്സ് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് AF. AF എവിടെ വരുന്നത്? ഭൂമധ്യരേഖയിൽ. AF എവിടെ വന്നതുണ്ട്? ഇവിടെ ഭൂമധ്യരേഖ പ്രദേശത്ത്. അതിൻ്റെ നോർത്തിലും അതിൻ്റെ സൗത്തിലുമായിട്ട് കേട്ടോ, അതിൻ്റെ നോർത്തിലും സൗത്തിലുമായിട്ടാണ് AW കേട്ടോ, അതിൻ്റെ നോർത്തിലും സൗത്തിലുമായിട്ടാണ് AW അനുഭവപ്പെടുന്നത്. ഇവിടെ എന്താണ്? വെറ്റ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് ഇവർക്ക്. അതായത് മഴയുള്ള സമയവും അതുപോലെ തന്നെ അതേ ദൈർഘ്യം തന്നെ ഡ്രൈ സമയവും ഉണ്ട്. ദ എക്സ്റ്റെൻസീവ് AW ക്ലൈമറ്റ് ഈസ് ഫൗണ്ട് ടു ദ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ആമസോൺ ഫോറസ്റ്റ്. നമ്മൾ പറഞ്ഞു ആമസോൺ ഫോറസ്റ്റ് AF ആണ് അല്ലേ, അതിൻ്റെ നോർത്തിലും സൗത്തിലും. ആൻഡ് അഡ്ജോയിനിങ് പാർട്സ് ഓഫ് ബൊളീവിയ ആൻഡ് പരാഗ്വേ ഇൻ സൗത്ത് അമേരിക്ക. പിന്നെ അതുപോലെ തന്നെ സുഡാൻ ആൻഡ് സൗത്ത് ഓഫ് സെൻട്രൽ ആഫ്രിക്ക. ഇത്രയും സ്ഥലങ്ങളാണ് AW ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. ദ ആനുവൽ റെയിൻഫോൾ ഇൻ ദിസ് ക്ലൈമറ്റ് ഈസ് കൺസിഡറബിളി ലെസ്. കണ്ടോ, ആനുവൽ റെയിൻഫോൾ, വാർഷിക മഴ എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് താരതമ്യേന കുറവാണ്. ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ? AFും AM ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആനുവൽ റെയിൻഫോൾ കുറവാണ്. ലെസ് ദാൻ ദാറ്റ് ഓഫ് കണ്ടോ AF ആൻഡ് AM ക്ലൈമറ്റ് ടൈപ്സ് ആൻഡ് ഇറ്റ്സ് വേരിയബിൾസ് ഓൾസോ. ദ വെറ്റ് സീസൺ ഈസ് ഷോർട്ടർ. മഴ ലഭിക്കുന്ന സമയം ഷോർട്ടർ ആയതുകൊണ്ട് ആനുവൽ റെയിൻഫോൾ കുറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ കുറച്ച് കൂടുതലുമാണ്. വരണ്ട സീസൺ കുറച്ച് കൂടുതലുമാണ്. വരണ്ട സീസൺ ഇവർക്ക് കുറച്ച് കൂടുതലാണ്, വെറ്റ് സീസൺ ഇവർക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ഇനി ടെമ്പറേച്ചർ ഈസ് ഹൈ ത്രൂ ഔട്ട് ദ ഇയർ. ടെമ്പറേച്ചർ ഇവർക്ക് ഒരു വർഷം മുഴുവൻ ടെമ്പറേച്ചർ നല്ലപോലെ കൂടി നിൽക്കും. ടെമ്പറേച്ചർ ഇതുമായിട്ട് ബന്ധമില്ല. വെറ്റ് സീസൺ മഴ കേട്ടോ, മഴ ഇവർക്ക് കുറവാണ്. എന്നാൽ ടെമ്പറേച്ചർ വർഷം മുഴുവൻ നല്ലപോലെയാണ്. ആൻഡ് ദ ഡയർണൽ റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ആർ ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഡ്രൈ സീസൺ. ഡയർണൽ റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ ആർ ദി ഗ്രേറ്റസ്റ്റ്. ഈ ഡയർണൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദിവസത്തെ കൂടിയ താപനില എടുക്കുന്നു 38 ഡിഗ്രി. ഒരു ദിവസത്തെ എടുക്കുന്നതാണ് ഈ ഡയർണൽ എന്ന് പറയുന്നത്, മാസത്തെ അല്ല. ഒരു ദിവസത്തെ കൂടിയ താപനില എടുക്കുന്നു 38. ഓക്കെ, ഒരു ദിവസത്തെ കുറഞ്ഞ താപനില എടുക്കുന്നു, അത് എഴുതുന്നു. അപ്പോൾ നമ്മൾ വ്യത്യാസം നോക്കുന്നു. ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഗ്രേറ്റസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താ? രാത്രി ആകുമ്പോഴത്തേക്ക് താപനില ഗണ്യമായിട്ട് കുറയും. ഇവിടെ രാത്രി ആകുമ്പോൾ താപനില ഗണ്യമായിട്ട് കുറയും. ഇപ്പോൾ 38 എന്നുള്ളത് ചിലപ്പോൾ ഒരു 18 മാറും. ഇപ്പോൾ ഡൽഹിയുടെ കേസ് എടുക്കാം. ഡൽഹി കടലിൽ നിന്ന് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പകൽ സമയത്ത് നല്ലപോലെ ചൂട് കൂടുതലായിരിക്കും, രാത്രി പെട്ടെന്ന് ആ ചൂട് കുറയുകയും ചെയ്യും അല്ലേ. വ്യത്യാസം നോക്കിക്കാണ്ട് 20 വ്യത്യാസം വരും, ഡയർണൽ റേഞ്ച് വ്യത്യാസം വരും. അപ്പോൾ പകൽ സമയത്ത് കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്, അത്യാവശ്യം ഒരു കോണ്ടിനെന്റൽ റീജിയൻ ഇതൊക്കെ. ഇവിടെ അതുകൊണ്ട് എന്താണ്, ഈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്, ഇല പൊഴിയുന്ന വനങ്ങൾ ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത്. കാരണം തന്നെ ഇവർക്ക് ഡ്രൈ സീസൺ കൂടുതലാണ്. ഈ ഡ്രൈ സീസണിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനായിട്ട്, അടുത്ത മഴ വരുന്നിടം വരെ അതിജീവിക്കാനായിട്ട് മരങ്ങൾ എന്ത് ചെയ്യും? ഇല പൊഴിക്കും. ആൻഡ് ട്രീ ഷെഡഡ് ഗ്രാസ് ലാൻഡ്സ്, അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആൻഡ് ട്രീ ഷ്രെഡഡ് ഗ്രാസ് ലാൻഡ്സ് എന്ന് വെച്ചാൽ പുൽമേടുകൾ ആണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഏത് ക്ലൈമറ്റിൽ? AW എന്ന് പറയുന്ന ക്ലൈമറ്റിൽ. കണ്ടോ, AW ക്ലൈമറ്റ് എവിടെ കാണപ്പെടും എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ AF ഇല്ലേ, സോറി നമ്മുടെ AF നമ്മളങ്ങ് വരയ്ക്കുന്നു. AFന് നോർത്തിൽ, എന്നിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട്, ഈ ഭാഗത്ത് AFന് നോർത്തും സൗത്തും കേട്ടോ. അപ്പം AFന് നമ്മുടെ ഇന്ത്യക്കകത്ത് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ വരുന്നുണ്ട്, AW വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് AW, ഈ ഭാഗത്തൊക്കെ AW വരുന്നുണ്ട്. പിന്നെ ഇവിടെ AW വരുന്നുണ്ട്, ഇവിടെ AW വരുന്നുണ്ട്. ഈ സ്ഥലങ്ങളാണ് AFന് വടക്കോട്ടും തെക്കോട്ടുമുള്ള സ്ഥലങ്ങളിൽ മഴ കുറഞ്ഞതും എന്നാൽ ഡ്രൈ സീസൺ കൂടുതലുമായ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? AW എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഈ ചിത്രം, നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ നിന്ന് AW എടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബ്ലൂ കളർ എടുക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ഇതാണ് ആമസോണിൻ്റെ താഴെ, അതുപോലെ ആമസോണിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിൽ മഴ ലഭിക്കുന്ന AW കോങ്കോ റെയിൻ ഫോറസ്റ്റ്, അതിൻ്റെ മുകളിൽ, അതുപോലെ അതിൻ്റെ താഴെ കണ്ടോ, നോർത്തിലും സൗത്തിലും. ഇന്ത്യക്കകത്തും കുറച്ച് സ്ഥലങ്ങൾ വരുന്നുണ്ട് കണ്ടോ, ഇന്ത്യക്കകത്തും കുറച്ച് ഈ പറഞ്ഞ AW ക്ലൈമറ്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിലും ഈ AW ക്ലൈമറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇന്തോനേഷ്യയിലെ മഴക്കാടുകൾക്ക് നോർത്തിലും, അതുപോലെ തന്നെ ഇവിടെ ഓസ്ട്രേലിയയുടെ ഈ വടക്ക് ഭാഗത്ത് സൗത്തിലും, ഇത്രയും സ്ഥലങ്ങളിലാണ് എന്ത് ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്? AW ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് ഇങ്ങനെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വെറുതെ കാണാപ്പാടം ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ടോപ്പിക്കായിരുന്നു ഇത്, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഇതിനകത്ത് വരുന്നത് കൊണ്ട്. അതുപോലെ തന്നെ വേൾഡ് ക്ലൈമറ്റ് പഠിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്
ഈ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെപ്പൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എക്സാമിനോടനുബന്ധിച്ച് ചെയ്യിപ്പിക്കാം, കുറച്ച് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പം യൂട്യൂബിലായാലും ആപ്പിലായാലും നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളില്ലേ, ആ ക്ലാസ്സുകളൊക്കെ കാണാനും പറ്റുമെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ എഴുതി വെക്കാനും അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാമെന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് ആലോചിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.